സ്റ്റീവിയ ലീഫും ഈ തേയിലയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടൊരു സാധനമാണ്. ഒരു ടീസ്പൂൺ ഇട്ടാൽ നിങ്ങളുടെ ചായക്ക് മധുരവും കിട്ടും കടുപ്പവും കിട്ടും. അടിപൊളി സംഭവമാണ്. മധുരം നോക്കട്ടെ. ആഹാ, കൃത്യം മധുരം. ഇവിടെയാണ് നമ്മൾ സ്റ്റീവിയ ലീഫ് പൊടിച്ച് തേയില രൂപത്തിലാക്കുന്ന സ്ഥലം. ഈ ഒരു പരുവത്തിലായിരിക്കും പൊടിഞ്ഞു വരുന്നത്. ഇതിൽ നമുക്ക് ഫൈൻ പൗഡർ ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടും. അനന്യ പറഞ്ഞ കറക്റ്റാ. കട്ടൻ ചായക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഈ പാൽ ചായക്കാളും. അങ്ങനെ നമ്മൾ ഈ രുചിയുള്ള ചായ ഉണ്ടാകുന്ന പക്ഷി നമ്മുടെ ഇവിടെ എത്തി. അതായത് കോഴിക്കോടാണ്. ഇത് അനന്യയാണ്. ഇതിന്റെ ആറാൻഡിയാണ്. അനന്യ, ഈ ചായയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഞങ്ങളിപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. കാരണം തേയില ഇട്ടാൽ മതി, എൻ്റെ അത് മധുരമുണ്ട്. പക്ഷെ ഈ മധുരത്തെ പ്രത്യേകത വെച്ചാൽ ഏത് ഷുഗർ രോഗികൾക്കും ഇനി മധുരമുള്ള ചായ കുടിക്കാം അല്ലേ? ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഗ്രേഡിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഈ ലീഫില് ഉള്ള നമ്മുടെ ചുള്ളിയും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ട് ഈ ലീഫ് നല്ല ലീഫ് നമ്മൾ എടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഈ പറഞ്ഞ കടുപ്പവും കിട്ടുന്നു മധുരവും കിട്ടുന്നു. തേയിലയുടെ കടുപ്പവും കിട്ടുന്നു മധുരവും കിട്ടും. അതിന്റെ ബ്ലെൻഡിങ് എന്താണത്? അത് നമ്മൾക്ക് ബ്ലെൻഡിങ് അവിടെയാണ് ചെയ്യുന്നത്. ബ്ലെൻഡിങ് റൂമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പൊടിച്ചെടുക്കുമോ? ഇത് നമ്മൾ പൊടിച്ചെടുക്കും. അത് നമുക്ക് ലീഫ് മില്ലിങ് റൂമുണ്ട്. അവിടെ ലീഫ് മില്ലിങ് മെഷീൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റീവിയ ലീഫ് പൊടിച്ച് തേയില രൂപത്തിലാക്കുന്ന സ്ഥലം. അതെ, ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പരുവത്തിലായിരിക്കും പൊടിഞ്ഞു വരുന്നത്. ഈ മിഷൻ ഡെവലപ്പ് ചെയ്യാനടുത്ത് നമ്മൾ സമയം എടുത്ത് അല്ലെ? ഭയങ്കര അല്ലെ? ഈ പൊടിച്ചെടുക്കുന്ന സാധനം എന്ത് ചെയ്യും? ഈ പൊടിച്ചെടുക്കുന്നത് നമ്മള് ഡബിൾ സീവിങ് മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മള് ഈ ഒരു സീവില് വെച്ചിട്ട് സീവ് ചെയ്തെടുക്കും. പിന്നീട് നമ്മള് ഈ ഒരു ഇതില് വെച്ചിട്ട് രണ്ടാമത് സീവ് ചെയ്തെടുക്കും. 2 പ്രാവശ്യം ചെയ്യും. അതെ, നമ്മൾ തേയിലയുടെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടും. ഇതില് നമുക്ക് ഫൈൻ പൗഡർ ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടും. ഫൈൻ പൗഡർ വേണ്ട. നമുക്ക് ഈ ഫൈൻ പൗഡർ ആണ് നമ്മൾ ഈ ചായയില് നമുക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ അതാണ് നമുക്ക് വന്നൊരു ആദ്യത്തെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫൈൻ പൗഡറിന്റെതാണ്. ആ ഒരു സൈസ് തന്നെ നമുക്ക് കിട്ടണം ലീഫ്, അല്ലെങ്കിൽ നമുക്കത് ചായയുടെ മുകളിൽ തന്നെ അതിങ്ങനെ കിടക്കും. ഫൈൻ പൗഡർ നമ്മൾ കളഞ്ഞു അല്ലെ? അതെ, ഈ ഫീൽഡിനാണ് നമ്മൾ എടുക്കുന്നത്. അതെ, ഇതാണ് നമ്മള് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇനി എടുക്കുന്നത്. നമ്മള് സാധാരണ തേയിലയുടെ ആ ഒരു സൈസ് തന്നെ നമുക്ക് കിട്ടും. ഇതും നമ്മൾ തേയിലയായിട്ട് ബ്ലെൻഡ് ആകുമ്പോ കറക്റ്റ് നമുക്ക് ആ ഒരു ഏതാണ് ചായപ്പൊടി അല്ല ഏതാണ് സ്റ്റീവിയ എന്ന് മനസ്സിലാവില്ല. ഇവിടെ അതുപോലെ ഇവിടെ ഇതിരിപ്പുള്ള പൊടി ഇതെന്തിനാണ് സാധനം? നമുക്കിത് ഫ്ലേവറിന് വേണ്ടിട്ട് നമ്മൾ കാർഡമം ആഡ് ചെയ്യുന്നുണ്ട്. കാർഡമം ഫ്ലേവേർഡ് ടീ ആണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇത് എല്ലാ ചായക്ക് ടേസ്റ്റ് ഉണ്ടോ? ഏലക്ക ടേസ്റ്റിലാണ് ഇറക്കുന്നത്. അതെ, എല്ലാത്തിന്റെ ബ്ലാക്ക് ടീ ആണെങ്കിലും മിൽക്ക് ടീ ആണെങ്കിലും നമ്മളെ ഈ പറയുന്ന ഇറക്കുന്ന നമ്മുടെ ഈ ടീക്കകത്ത് ഓൾ ബ്ലെൻഡഡ് ആണ് ഈ സാധനം. അതെ, കാർഡമം ഫ്ലേവേർഡ് ടീ ആണ് നമ്മൾ ഇറക്കുന്നത്. ഓക്കെ, ഇവിടുന്നാണ് നമ്മള് നേരെ തേയിലയും ഈ പറയുന്ന അരിച്ചെടുക്കുന്ന സ്റ്റീവിയയുള്ള ബ്ലെൻഡിങ് അതെവിടെയാണ് ഇറങ്ങുന്നത്? അത് നമുക്ക് അവിടെ പോകണം, അപ്പുറത്ത് പോകാം. നമുക്ക് ഇവിടുന്ന് നേരെ ഈ പൊടിച്ചു കഴിഞ്ഞാൽ നേരെ പോണത് നമ്മുടെ അടുത്ത ലാസ്റ്റ് ബ്ലെൻഡിങ്ങിലേക്ക് പോകും. അത് നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മള് ബ്ലെൻഡിങ് നടക്കുന്നത്. ഇതിപ്പോ ബ്ലെൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലെൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ടൈം ആയി ചെയ്തോണ്ടിരിക്കുന്നത്? ഒരു അരമണിക്കൂർ ചെയ്യും. ഇവിടെ ബ്ലെൻഡ് ചെയ്യാനുള്ള സാധനമാണ് ഇരിക്കുന്നത് അല്ലേ? അതെ, നമ്മുടെ ടീ പൗഡറും സ്റ്റീവിയ നമ്മൾ നേരത്തെ അരിച്ചെടുത്തതും അല്ലേ? അതെ, പിന്നെ കാർഡമം. ഇത് നമ്മുടെ കാർഡമം പൊടിച്ച ഏലക്ക അല്ലെ? ഏലക്ക പൊടിച്ചത്. ഇതാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതെ, ഇത് ബ്ലെൻഡ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ഫൈനലായിട്ട് കൊടുക്കുന്നത്. ബ്ലെൻഡിങ് തീരാറായിട്ടുണ്ട് ഇപ്പൊ? തീരാറായിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്ത് ഫൈൻ രൂപം കാണണ്ടോ? നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇപ്പൊ ബ്ലെൻഡ് കിടക്കുകയാണല്ലേ? എടുത്താൽ കുറച്ച് നോക്കിയാൽ എടുത്ത് നമ്മള് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് എന്താ? തനി ആ തേയിലയും ആ സ്റ്റീവിയും അങ്ങനെ കറക്റ്റ് മിക്സ് ആയ സാധനമാണ്. ഇത് എത്രയാണ് നമ്മളൊരു ചായക്ക് ഇടുന്നത്? നമ്മൾ 1 ടീസ്പൂൺ ആണ് പറയുന്നത്. 1 ടീസ്പൂൺ ആണ് അല്ലെ? ഒരു ചായക്ക് അങ്ങനെയാണ്? ഒരു ചായക്ക് 1 ടീസ്പൂൺ ആണ്. ഈ തേയില ഉണ്ടല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ മെത്തേഡ് ഇവിടെ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ അത് നമ്മുടെ ആർഡിനെ കൊണ്ട് അതായത് അനന്യനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം
തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ടീ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതാണ് ടീസ്പൂൺ യൂസ് ചെയ്യുന്നത്. ഇതിൽ വലുത് യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം. ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് നേരെ അരിച്ചെടുക്കാം. ആഹാ, കൃത്യം മധുരം. ആ ഏലക്കാട ടേസ്റ്റ് വന്നപ്പോ കട്ടൻ ചായ അടിപൊളി കട്ടൻ ചായയാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് കൊണ്ടുനടക്കാൻ ഈസിയാണ്. കാരണം ചൂടുവെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം അപ്പം ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കുന്ന രീതി. നമുക്ക് ഇനി പാൽ ചായ നോക്കാം അല്ലെ. പാൽ ചായക്ക് ഒരു മെത്തേഡ് ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ചായ ടേസ്റ്റ് ആകാനുള്ള മെത്തേഡാണ്. ആദ്യം നമുക്ക് വേണ്ട 1 ഗ്ലാസ് വെള്ളം അല്ലേ. അതെ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നു. നമ്മൾ തിളപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് തിളപ്പിച്ച് വെച്ച പാലാണ് അല്ലെ. അതെ, നമ്മള് ചായപ്പൊടി ഇട്ടതിന് ശേഷം പാലൊഴിച്ചു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ടീ ഉണ്ടാക്കേണ്ട മെത്തേഡ് കേട്ടോ. നമുക്കിത് ഓഫ് ആക്കിയിട്ട് വാങ്ങാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയ മെത്തേഡ് തന്നെ നോക്കിയ ചായയും റെഡി ആയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നമ്മളെ അനന്യ പറഞ്ഞ കറക്റ്റാ. കട്ടൻ ചായക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഈ പാൽ ചായക്കാളും. അപ്പൊ ഇതാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. സംഭവം ഇതാണ് നമ്മുടെ മധുരവും അതുപോലെ തന്നെ തേയിലയും കൂടി മിക്സ് ചെയ്ത് വന്ന ഒരു ടീ ആണിത്. ഇത് നേരെ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കാണിച്ചത് വളരെ സിമ്പിൾ ആണ്. ഇത് വേണ്ടവർക്ക് താഴെക്കാൻ നമ്പർ ഓർഡർ ചെയ്യാം. അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റീവിയയുടെ വേറെ 2 പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് ഇതിന്റെ ഷുഗർ മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അല്ല, നിങ്ങൾക്ക് ഷുഗർ മാത്രം മതി എങ്കിൽ ഈ ഷുഗർ ഇതും നമ്മൾ 1 ടീസ്പൂൺ, ഇതിനകത്ത് തന്നെ സ്പൂൺ ഉണ്ട് അല്ലേ. ഇതിനകത്ത് തന്നെ സ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് എത്ര അളവ്, ആ അളവ് ഇട്ടാൽ കൃത്യം ഈ മധുരം കിട്ടും. നമ്മള് സാഷേ ഇത് ഒരെണ്ണാണ് ഒരു ചായയിലേക്ക് നമ്മൾ പറയുന്നത്. നമുക്ക് ഇത്രയും ഇട്ടാല് നമുക്കൊരു ചായയിലേക്ക് നമുക്ക് നല്ല മധുരം കിട്ടും. ഇത് ലിക്വിഡ് ആണ്. ഇതിന്റെ ലിക്വിഡ് എത്ര ഡ്രോപ്സ് ആണ്? ഇതിലേക്ക് 2 to 3 ഡ്രോപ്സ്, 2-3 ഡ്രോപ്സ് ചായയിലിട്ടാലും മധുരം കിട്ടും. ഇങ്ങനെ 3 ഐറ്റംസ് ആണ് ഉള്ളത്. വേണ്ട ഒരു താഴെക്കാൻ നമ്പർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും അയച്ചു തരും. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതെ, ബൈ ബൈ.